ചോദ്യം പാകിസ്ഥാൻ എംപിയോടാണ്. തോക്കെടുത്ത് യുദ്ധത്തിനിറങ്ങുമോ? ബാഗെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുമെന്നാണ് ഉത്തരം. ആ മറുപടിയിലുണ്ട് പാകിസ്ഥാൻ്റെ ദുരവസ്ഥ. പീരങ്കി പൊട്ടുന്ന ഒച്ചയാണ് അവരുടെ നെഞ്ചിടിപ്പിന്. ബോംബ് ചിതറുന്ന പ്രകമ്പനമാണ് അവരുടെ കൈവിറക്കലിന്. മുട്ടുകൾ കൂട്ടിയിടിക്കുന്നത് മിസൈൽ പായുന്ന വേഗത്തിലാണ്. എന്നിട്ടും വെറും വാക്കുകൊണ്ട് വെല്ലുവിളിച്ച് പാഴ്ത്തോക്കുകൊണ്ട് ചൊറിഞ്ഞ് ആളാവാൻ നോക്കുന്നുണ്ട് ഭീകരതയുടെ പുതപ്പിട്ട ഭീരുക്കൾ. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന പാക് സാമ്പാറുകളോടാണ്. പറക്കാൻ വെമ്പി നിൽപ്പാണ് പോർവിമാനങ്ങൾ, കുതിക്കാൻ കാത്തുനിൽപ്പാണ് പടക്കപ്പലുകൾ, പുറപ്പെടാൻ ഒരുങ്ങി നിൽപ്പാണ് കവചിത കരവാഹനങ്ങൾ. പച്ച തുന്നിയ പഹൽഗാമിനെ കാണാൻ, മഞ്ഞു പുതച്ച കശ്മീരിനെ പുണരാൻ ചിരിച്ചു വന്നവരെ, ചിതറിത്തെറിപ്പിച്ചവരെ തിരിച്ചടിക്കുമെന്നുറപ്പായപ്പോൾ മധ്യസ്ഥ തേടുന്നത് എന്തിനാണ്? നിലവിളിക്കുന്നത് എന്ത് നീതിയാണ്? സ്വാഗതം ജനൻ ഡിബേറ്റിലേക്ക്. ചർച്ചയ്ക്കായി മേജർ രവി, കേണൽ എസ് ഡിന്നി, മേജർ ജനറൽ ജേക്കബ് തരകൻ, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ജോസഫ് ആന്റണി എന്നിവർ ഒപ്പം ചേരുന്നു. ആദ്യം പ്രൊഫസർ ജോസഫ് ആന്റണിയിലേക്ക്. പ്രൊഫസർ ജോസഫ് ആന്റണി, റഫേൽ വിമാനങ്ങൾ സജ്ജമാണെന്ന വാർത്തകൾ പുറത്തു വരുന്നു. അറബിക്കടലിൽ അണിനിരന്നു കഴിഞ്ഞു യുദ്ധക്കപ്പൽ